ഇറാനിൽ നിന്നുയർന്ന വാർത്തകൾ ലോകത്തെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തുന്നതാണ്. പതിറ്റാണ്ടുകളോളം ഇറാന്റെ പരമാധികാര ശക്തിയായിരുന്ന അയത്തുള്ള അലി ഖമേനിയുടെ അന്ത്യത്തിന് ശേഷം രാജ്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടപ്പാക്കിയ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക നീക്കത്തിന് പിന്നാലെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട മുജ്തബ ഖമേനിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും മാരകമായ കമാൻഡോ വിഭാഗമായ നോപ്പോ ആണ്. കറുത്ത വസ്ത്രമണിഞ്ഞ ഈ സേനയുടെ വിന്യാസം ഇറാന്റെ ആഭ്യന്തര സുരക്ഷയിലും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ അത്യന്തം ഗൗരവകരമാണ്. 2026 ഫെബ്രുവരി 28 ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലയിലുള്ള ഒരു കോമ്പൗണ്ടിന് നേരെ നടന്ന മിസൈൽ ആക്രമണമാണ് ഇറാന്റെ തലവര മാറ്റിവരച്ചത്. അമേരിക്കൻ ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ നടന്ന ഈ ആക്രമണത്തിൽ അലി ഖമേനി കൊല്ലപ്പെട്ടു. ഇതോടെ ഇറാന്റെ ഭരണകൂടം വലിയൊരു പ്രതിസന്ധിയിലുമായി. ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് അടിയന്തരമായി യോഗം ചേരുകയും അലി ഖമേനിയുടെ മകനായ മുജ്തബ ഖമേനിയെ പുതിയ പരമോന്നത നേതാവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഈ അധികാര കൈമാറ്റം നടക്കുമ്പോഴും മുജ്തബ ഖമേനി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ചാരക്കണ്ണുകൾ ഇപ്പോഴും തന്നെ പിന്തുടരുന്നുണ്ട് എന്ന ബോധ്യമാണ് അദ്ദേഹത്തെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ ഒളിവിൽ കഴിയാൻ പ്രേരിപ്പിക്കുന്നത്. ഈ രഹസ്യ കേന്ദ്രത്തിന് കാവൽ നിൽക്കുന്നത് ഇറാന്റെ സൈനിക ശക്തിയിലെ ഏറ്റവും വിശ്വസ്തരായ നോപ്പോ കമാൻഡോകളാണ്. എന്താണ് നോപ്പോ എന്ന ഇറാന്റെ കറുത്ത കവചം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നിറുയെ വിജെ പസ്താദരൻ വെലായത്ത് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് നോപ്പോ. പരമോന്നത നേതാവിൻ്റെയും ഭരണകൂടത്തിൻ്റെയും സംരക്ഷണത്തിനായി നിലകൊള്ളുന്ന പ്രത്യേക സേന എന്നാണ് ഇതിനർത്ഥം. 1991 സ്ഥാപിതമായ ഈ സേന ഇറാന്റെ വിപ്ലവ നേതാവായ റുഹുള്ള ഖൊമേനിയുടെ പേരിൽ രൂപീകരിക്കപ്പെട്ട 28ാം റുഹുള്ള ഡിവിഷനിൽ നിന്നാണ് പരിണമിച്ചുണ്ടായത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഭാഗമാണെങ്കിലും അവരെക്കാൾ മാരകവും ക്രൂരവും കൃത്യതയാർന്നതുമായ പരിശീലനം ലഭിച്ചവരാണ് നോപ്പോ അംഗങ്ങൾ. കറുത്ത യൂണിഫോമും ആധുനിക ആയുധങ്ങളുമായി പ്രത്യക്ഷപ്പെടുന്ന ഇവരെ ഇറാനിലെ ജനങ്ങൾ ഭീതിയോടെയാണ് വീക്ഷിക്കുന്നത്. 6 ബ്രിഗേഡുകളായി തിരിക്കപ്പെട്ടിരിക്കുന്ന ഈ സേനയിലെ 4 ബ്രിഗേഡുകളും തലസ്ഥാനമായ ടെഹ്റാനിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവ മഷ്ഹദ്, അതുപോലെ ഇസ്ഫഹാൻ എന്നീ നഗരങ്ങളിലും പ്രവർത്തിക്കുന്നു. ബന്ദികളെ മോചിപ്പിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെയാണ് ഈ വിഭാഗം രൂപീകരിച്ചതെങ്കിലും കാലക്രമേണ രാജ്യത്തെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതിനും ഭരണകൂട വിരുദ്ധരെ നേരിടുന്നതിനുമുള്ള പ്രധാന ആയുധമായി നോപ്പോ മാറി. മുജ്തബ ഖമേനിയുടെ ജീവൻ രക്ഷിക്കുക എന്നത് മാത്രമല്ല, ഈ പരിവർത്തന ഘട്ടത്തിൽ രാജ്യം മറ്റൊരു വിപ്ലവത്തിലേക്ക് പോകാതിരിക്കാൻ ജനങ്ങളെ ഭയപ്പെടുത്തി നിർത്തുക എന്നതും ഇവരുടെ പ്രധാന ദൗത്യമാണ്. അലി ഖമേനിയുടെ കൊലപാതകം ഇറാന്റെ സുരക്ഷാ സംവിധാനങ്ങളിലെ വലിയൊരു വിള്ളലാണ് തുറന്നു കാട്ടിയത്. ഇസ്രയേലിന്റെ മൊസാദ് പോലെയുള്ള ഏജൻസികൾ ഇറാന്റെ ഭരണകൂടത്തിന്റെ ഉള്ളറകളിലേക്ക് വരെ തുളച്ചു കയറിയെന്നത് വേണം കരുതാൻ. ഈ സാഹചര്യത്തിൽ പുതിയ നേതാവായ മുജ്തബ ഖമേനിയുടെ സുരക്ഷയ്ക്കായി പഴയ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിശ്വസിക്കാൻ ഭരണകൂടം തയ്യാറല്ല. അവിടെയാണ് നോപ്പോയുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. മുജ്തബ ഖമേനി തന്റെ പിതാവിനെ പോലെ ഒരു കരുത്തനായ നേതാവാണെന്ന് തെളിയിക്കുന്നതിന് മുൻപ് തന്നെ ശത്രുക്കൾ അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചേക്കാം എന്ന ഭീതി ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിലുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ഫെബ്രുവരിയിലെ ആക്രമണത്തിൽ മുജ്തബ ഖമേനിക്കും നിസ്സാര പരിക്കുകളേറ്റിരുന്നു. അന്നു മുതൽ അദ്ദേഹം ഒരു രഹസ്യ ബങ്കറിലാണെന്നാണ് കരുതപ്പെടുന്നത്. ഇസ്രയേലിന്റെയോ അമേരിക്കയുടെയോ ഒരു ഡ്രോൺ ആക്രമണത്തിന് പോലും മുജ്തബ ഇരയായേക്കാം എന്നതിനാൽ നോപ്പോ കമാൻഡോകൾ അദ്ദേഹത്തിന് ചുറ്റും അദൃശ്യമായ ഒരു മതിലായി നിലകൊള്ളുകയാണ്. കേവലം ആയുധധാരികളായ സൈനികർ എന്നതിലുപരി സൈബർ സുരക്ഷയിലും ആധുനിക നിരീക്ഷണ സംവിധാനങ്ങളിലും വിദഗ്ധരായവരെയാണ് പുതിയ നേതാവിൻ്റെ വ്യക്തിഗത സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. ഇറാൻ പുറത്തുനിന്നുള്ള ഭീഷണികൾ നേരിടുമ്പോൾ തന്നെ അകത്തുനിന്നും വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അലി ഖമേനിയുടെ അന്ത്യത്തിന് ശേഷം രാജ്യത്ത് ജനാധിപത്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ടെന്ന് ഭരണകൂടം കണക്കുകൂട്ടുന്നു. ഇത് തടയാനായി നോപ്പോ കമാൻഡോകളെ രാജ്യത്തെ പ്രധാന ജയിലുകൾക്ക് കാവലായി നിർത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയ തടവുകാരെ പാർപ്പിച്ചിരിക്കുന്ന പ്രശസ്തമായ എവിൻ ജയിലിന് ചുറ്റും 100 കണക്കിന് നോപ്പോ അംഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. പ്രതിഷേധക്കാരെ നേരിടുന്നതിൽ നോപ്പോ കാണിക്കുന്ന ക്രൂരത മുൻപും ചർച്ചയായിട്ടുണ്ട്. മുൻപുള്ള പ്രക്ഷോഭങ്ങളിൽ ഇവർ ജനങ്ങൾക്ക് നേരെ വെടിയുതിർത്തതായും നിരവധി പേർ കൊല്ലപ്പെട്ടതായും മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നു. 2021 അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് നോപ്പോയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയത് ഇവരുടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ പരിഗണിച്ചാണ്. അതുകൊണ്ട് തന്നെ മുജ്തബ ഖമേനിയുടെ ഭരണത്തിന് കീഴിൽ ഇറാൻ കൂടുതൽ കടുത്ത ഒരു പോലീസ് സ്റ്റേറ്റായി മാറുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തിനുണ്ട്. ഇറാന്റെ ഈ സുരക്ഷാ മാറ്റങ്ങൾ മിഡിൽ ഈസ്റ്റിലെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ ബാധിക്കും.
അമേരിക്കയുടെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി തുടരുന്ന സാഹചര്യത്തിൽ ഇറാൻ തങ്ങളുടെ പ്രതിരോധം കൂടുതൽ കടുപ്പിക്കുകയാണ്. മുജ്തബ ഖമേനി അധികാരത്തിൽ ഉറച്ചു നിൽക്കുന്നത് ഇറാന്റെ സൈനിക താൽപ്പര്യങ്ങൾക്ക് ഗുണകരമാണെന്ന് റഷ്യയും ചൈനയും കരുതുന്നുണ്ടാകാം. എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അലി ഖമേനിയേക്കാൾ അപകടകാരിയായ ഒരു നേതാവായിരിക്കാം മുജ്തബ. നോപ്പോ എന്ന സേനയുടെ ശക്തി പ്രകടനം വെറുമൊരു പ്രതിരോധ നീക്കമല്ല, മറിച്ച് ഞങ്ങൾ ഇപ്പോഴും തകർന്നിട്ടില്ല എന്ന് ലോകത്തിന് മുന്നിൽ കാണിക്കാനുള്ള ഇറാന്റെ ശ്രമം കൂടിയാണ്. ആധുനിക സാങ്കേതിക വിദ്യയും പരമ്പരാഗതമായ പോരാട്ട വീര്യവും ഒത്തുചേരുന്ന നോപ്പോ കമാൻഡോകൾ മുജ്തബ ഖമേനിയുടെ ഓരോ ചലനവും നിയന്ത്രിക്കുന്നു. അവർ ഒരു വശത്ത് പുതിയ നേതാവിനെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുമ്പോൾ മറുവശത്ത് ഇറാന്റെ ജനതയെ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിൽ നിർബന്ധിതമായി നിലനിർത്തുകയും ചെയ്യുന്നു. ഇറാന്റെ ഭാവി ഇപ്പോൾ മുജ്തബ ഖമേനിയുടെ സുരക്ഷയിലും അദ്ദേഹത്തിന് നോപ്പോ നൽകുന്ന പിന്തുണയിലുമാണ് ഇരിക്കുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ഇനിയും അവസാനിച്ചിട്ടില്ലാത്തതും അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ അറബിക്കടലിൽ നിലയുറപ്പിച്ചിരിക്കുന്നതും ഇസ്രയേൽ തങ്ങളുടെ വ്യോമാക്രമണങ്ങൾ തുടരുന്നതും ഇറാന് വലിയ വെല്ലുവിളിയാണ്. എന്നാൽ ബഹിരാകാശത്തെ ചൈനീസ് ചാരക്കണ്ണുകളുടെ സഹായത്തോടെ ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും നോപ്പോയുടെ കരുത്തിൽ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കാനും ഇറാൻ ശ്രമിക്കുന്നു. ഒരു പുതിയ യുദ്ധത്തിന്റെ മുനമ്പിലാണ് ലോകം ഇപ്പോൾ നിൽക്കുന്നത്. വിവര സാങ്കേതിക വിദ്യയും സൈനിക ശക്തിയും ഒരുപോലെ ആയുധമാക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ മുജ്തബ ഖമേനിയും അദ്ദേഹത്തിന്റെ കറുത്ത വസ്ത്രധാരികളായ കാവൽക്കാരും എങ്ങനെ ഈ പ്രതിസന്ധിയെ അതിജീവിക്കും എന്നത് കണ്ടറിയേണ്ടതാണ്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ടെഹ്റാനിലെ തെരുവുകളിൽ നിന്നോ ബങ്കറുകളിൽ നിന്നോ പുറത്തുവരുന്ന വാർത്തകൾ ലോകക്രമത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.